വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇന്നിവിടെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇന്ന് മഴയൊന്ന് തോർന്നു വന്നത്. ഇപ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഗ്രോയിങ് ടിപ്പായിട്ടാണ്. അതായത് തലയിൽ മുടി വരുന്ന എന്നുള്ളതല്ല, ഐബ്രോസ് എങ്ങനെ നമുക്ക് തിക്കായിട്ട് അതുപോലെ തന്നെ ഐബ്രോസിലെ മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ടോപ്പ് സീക്രട്ട് റിവീൽ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ ഗ്രോയിങ് ഓയിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഐബ്രോ ഗ്രോയിങ് സിറം അല്ലെങ്കിൽ ഒരു ജെല്ലുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക, അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഐബ്രോസിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം വിത്തിൻ ഒരു 3 months കൊണ്ട് റിസൾട്ട് വന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എൻ്റെ ചാനൽ കൂടെയും ഞാനത് റിവീൽ ചെയ്യാമെന്ന്. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ അതെന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് പ്രൈമറി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ആൽമണ്ട് ആണ് കേട്ടോ. ഇത്രയും ആൽമണ്ട്സിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഞാൻ ഒറ്റ ആൽമണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. വളരെ ലെസ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഭയങ്കര നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഐബ്രോ ഗ്രോയിങ് ജെൽ ആൻഡ് ഓയിലാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, വളരെ ലെസ് ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ആൽമണ്ടാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എള്ളെണ്ണയാണ് കേട്ടോ, അതായത് നമ്മുടെ നല്ലെണ്ണ. അപ്പോൾ ഇതാണ് നമുക്ക് പിന്നെ വേണ്ടത്. അതായത് നമുക്ക് അതിനൊരു ബേസ് ഉണ്ടാക്കണമല്ലോ, അതായത് ഐബ്രോസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. പിന്നെ എനിക്ക് വേണ്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാസ്റ്റർ ഓയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് കാസ്റ്റർ ഓയിലാണ്. പിന്നെ അതിനൊരു ജെൽ ഫോമിലേക്കും കൂടി ആക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ അലോവേറ ജെൽ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അലോവേറ ജെൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രേഗ്രൻസ് ഫ്രീ ആയിരിക്കണം, അതുപോലെ തന്നെ കളർ ഫ്രീ ആയിരിക്കണം കേട്ടോ. അപ്പം നല്ല ബ്രാൻഡിൻ്റെ ഒരു അലോവേറ ജെല്ല് നോക്കി എടുക്കുക. ഇതിവിടെ ഞാൻ നിയർ ബൈ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിച്ചതാണ്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡിൽ നിന്നൊരു അലോവേറ ജെൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണയും കാസ്റ്റർ ഓയിലും ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയിലാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയ്ക്ക് 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ എന്ന നിലയ്ക്കാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയ്ക്ക് 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി കാസ്റ്റർ ഓയിൽ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ പിരികം ഭയങ്കരമായിട്ട് നമുക്ക് അത് കട്ടി കൂടുതലാണ് കാസ്റ്റർ ഓയിൽ. അപ്പം വേറൊരു ഓയിലും കൂടി അതിനോട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരും, അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലെസ് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് ഐബ്രോ ഗ്രോയിങ് സീറം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന്. ഇപ്പം ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൽമണ്ടിൽ ആ ഒരു ആൽമണ്ട് എടുത്തിട്ട് ഞാൻ ഈ കത്തിയുടെ ഈ ഒരു അറ്റത്തിലേക്ക് ഇതിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആൽമണ്ട് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ബേൺ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനത് ബർണറിൽ വെച്ചിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ടോ, നമ്മുടെ ആൽമണ്ട് നന്നായിട്ട് ബേൺ ആകും കേട്ടോ. വെച്ച ഉടനെ തന്നെ ആൽമണ്ടിലേക്ക് തീ കയറി പിടിക്കും. ഉടനെ നിങ്ങൾ മാറ്റരുത്. ആൽമണ്ട് ശരിക്കും കരിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു കരിപ്പൊടി പോലെ കിട്ടണം ആൽമണ്ട്. ഓക്കെ, എന്നാൽ അത് ബേൺ ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എസെൻസോ അതിൻ്റെ ബെനിഫിറ്റ്സോ ഒന്നും നഷ്ടമാകത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ബേൺ ചെയ്തെടുക്കാം. എന്നിട്ട് ബേൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനൊന്നത് തീയിൽ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കിനും തന്നെ തീ ആൽമണ്ടിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബർണറിലെ തീ ഓഫാക്കിയിട്ട് ആൽമണ്ട് ശരിക്കും നന്നായിട്ട് കത്തി അതിൻ്റെ അകവും കൂടെ നന്നായിട്ടൊന്ന് കരിഞ്ഞ് വരണം കേട്ടോ. എന്നാലും നമുക്കത് ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കൈ വെച്ച് തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കരിഞ്ഞു, അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ തീ നിങ്ങൾ അണച്ച് കളയരുത്. നന്നായിട്ടിരുന്ന് അതിൻ്റെ അകഭാഗം കൂടെ നന്നായിട്ട് കരി പോലെ ആവണം. നന്നായിട്ട് കരിയണം അതിൻ്റെ അകഭാഗം കൂടെ. നന്നായിട്ടത് കരിഞ്ഞ് നല്ല ബേൺ ആയതിനു ശേഷം ഞാൻ നല്ലൊരു ഉണങ്ങിയ വൃത്തിയുള്ള പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും പൊടിക്കാതെ തന്നെ അത്രയും നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് ഒന്നും കൂടി ഇതിന് ശരിക്കും ഇത് തിൻ ഫൈൻ പൗഡർ പോലെ
പൊടിയാക്കി എടുക്കണം. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, ഒരു മാസത്തോളം തന്നെ നമുക്കിത് പുറത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ആൽമണ്ടും വേണായി നല്ല പൊടിയാവുകയും വേണം, നല്ല ഫൈൻ പൗഡർ ആവുകയും വേണം. അതേപോലെ എടുക്കുന്ന ഇങ്ങനത്തെ ബൗളൊക്കെ നല്ല രീതിയിൽ ഉണക്കിയ ഒട്ടും വെള്ളമയം ഇല്ലാത്ത ബൗൾ വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അതിനെ നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഉടയ്ക്കാവുന്ന കാര്യമുള്ളൂ. കൈ കൊണ്ട് ഉടയ്ക്കുന്നതെങ്കിൽ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിരിക്കണം. അതല്ല സ്പൂൺ കൊണ്ടാണെങ്കിൽ നമ്മൾ സ്പൂണും നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ശരിക്കും ഒരു നല്ലൊരു തിൻ പൗഡറായിട്ട് നമുക്കിതിനെ ഒന്ന് പൊടി പൊടി പോലെ ഞാനൊന്ന് ആക്കട്ടെ. ഈ സ്പൂൺ വെച്ചിട്ട് ഞാൻ ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഞാൻ നല്ല തിൻ പൗഡറായിട്ട് ഞാനത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹാൻഡൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനതിനെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ. ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിന് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം അലോവേറ ജെൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊന്ന് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അലോവേറ ജെല്ലും നമ്മുടെ ഈ ആൽമണ്ടിൻ്റെ പൗഡറും കൂടെ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ലൊരു തിക്ക് ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ ആൽമണ്ടിൻ്റെ പൗഡർ മാറിയിട്ടുണ്ട് കേട്ടോ. അലോവേറ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ജെല്ലായിട്ട് ഐബ്രോസിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാൻ പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ മറ്റേ ആ ഒരു ബ്ലെൻഡ് ചെയ്ത് വെച്ച ഓയിലും കൂടെ ആഡ് ചെയ്യും കേട്ടോ. എനിക്ക് അതും കൂടിയാണ് കുറച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പം ഓയിൽ ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഐബ്രോസിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം കേട്ടോ, ബഡ്സ് വെച്ചിട്ട്. ഞാൻ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി എഫക്റ്റീവാണത്. ഞാൻ അതേ സ്പൂണിന് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ നല്ലെണ്ണ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ എടുത്തേക്കുന്നത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലെടുക്കാം. കാരണം നമ്മൾ ഐബ്രോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകി പോകരുതല്ലോ, അതായിരിക്കണം നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഒഴുകി പോകരുത്, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഐബ്രോ ഗ്രോയിങ് ജെൽ ഓർ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ലെസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളും ഉള്ളൂ കേട്ടോ ഇവിടെ. അടിപൊളിയായിട്ട് നമുക്കൊരു ഐബ്രോ ഗ്രോയിങ് ജെൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് 100% എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചിട്ട് കണ്ടോ. ഏകദേശം നമ്മളിങ്ങനെ വെക്കുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് വെച്ചാലൊന്നും അത് പോകത്തില്ല. അതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയാണ്. കാരണം നമ്മുടെ പിരികത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യണം. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിക്കാം. പിന്നെ നിങ്ങൾ ഇതിലേക്ക് കൈ ഡയറക്റ്റ്ലി ഇടരുത്. ഓക്കെ, നിങ്ങളുടെ ഫിംഗർ ടിപ്സിലേക്ക് ഇത് എടുക്കരുത്. എന്തെങ്കിലും ഒരു നല്ല ക്ലീൻ സ്പൂൺ വെച്ചിട്ട് വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് നല്ലൊരു കണ്ടെയ്നറിൽ, അത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെള്ളവുമായി ഒന്നുമില്ലാതെ നിങ്ങൾ പുറത്ത് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. നന്നായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് എടുക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ബഡ്സ് വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്കാരയുടെ ഉണ്ടല്ലോ, മസ്കാര വെച്ചിട്ടും ആ ഒരു ബ്രഷില്ല, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാമേ. നിങ്ങൾക്ക് തന്നെ കാണാം നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. നിങ്ങളങ്ങനെ പിരികത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ ഡാർക്ക് ആവുമോ ഒന്നുമില്ല. നമ്മുടെ ഇതൊരു ജഗതിയുടെ സിനിമയ്ക്കകത്തുള്ള പിരികം നല്ല ഡാർക്കായിട്ട് അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. വളരെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നിങ്ങളത് മിക്സ് ചെയ്തെടുക്കണം ആൽമണ്ട്, ഇല്ലെങ്കിൽ തരിതരി പോലെ വരും. ഓക്കെ, അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബഡ്സ് ആണ് കേട്ടോ. ഒരു ക്ലീൻ ബഡിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇനി അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. എനിക്കിത് ആക്ച്വലി കാണുമ്പോൾ ചിരി വരും, പക്ഷെ സംഭവം നല്ല സെറ്റ് വർക്കിംഗ് ആണ് കേട്ടോ. കണ്ടോ, ബഡ്സിലുള്ളത് ഫുള്ള് ഞാൻ എൻ്റെ പിരികത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു വൃത്തികേടും ഇല്ലാതെ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാനും ഞാൻ എൻ്റെ പിരികത്തിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ അത് അപ്ലൈ ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ആൽമണ്ട് പൗഡർ ആക്കുമ്പോൾ
ഫൈൻ പൗഡറായിട്ട് വരണം കേട്ടോ. അല്ലാതെ തിക്ക് അല്ലെങ്കിൽ കട്ട കിട്ടി കിടക്കാൻ പാടില്ല. അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾക്കിത് 1 മാസം വരെ ഒരു കേടും കൂടാതെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ നാൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലും അതേപോലെ തന്നെ നമ്മൾ ആൽമണ്ട് നമ്മുടെ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3 മന്ത്സോളം നമുക്കിത് പുറത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പക്ഷേ 3 മന്ത്സ് സ്റ്റോർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും കുഞ്ഞു അളവിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ആൽമണ്ട് വെച്ച് കാണിച്ചത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടി ഒരു കുഞ്ഞ് കണ്ടെയ്നർ എടുക്കുക, എയർ ടൈറ്റ് കണ്ടെയ്നർ. അതിനകത്ത് വെള്ളമയം ഒന്നും ഇല്ലാതെ നിങ്ങളിത് അടച്ച് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സംഭവം, ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മസ്കാരയില്ലേ, നമുക്ക് മസ്കാരയുടെ ആ ഒരു കണ്ടെയ്നറിനകത്ത് നിങ്ങൾക്ക് വെക്കാം. എന്നിട്ട് മസ്കാരയുടെ ആ ഒരു ബ്രഷ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മസ്കാരയുടെ ബ്രഷും ക്ലീൻ ആയിരിക്കണം. കൈ വെച്ചൊന്നും കണ്ടെയ്നറിൽ എടുക്കാതിരിക്കുക. മാക്സിമം ബഡ്സ് വെച്ച് തന്നെ നമ്മൾ എടുക്കുക, ബഡ്സ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന നൈറ്റ് ടൈം റുട്ടീനിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യും, 1 അവർ അതേ പിടിച്ച് ലീവ് ചെയ്തിട്ട് 1 അവറിന് ശേഷം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് കളയാറാണുള്ളത്. ഞാനിത് ഓവർനൈറ്റ് വെച്ചുകൊണ്ട് കിടക്കാറില്ല. കാരണം ഇത് പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ പില്ലോ കവേഴ്സ് പന്നയായി പോയെന്ന് വെച്ചാൽ സോയിൽഡായി പോകാനായിട്ടും അഴുക്കായി പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. സോ അതുകൊണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 അവർ വെക്കുക, അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. നല്ല കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. 1 മാസം ഒരു കേടും കൂടാതെ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 1 മാസത്തേക്കുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ ഒറ്റ ആൽമണ്ട് എടുത്ത് കാണിച്ചത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നാളെ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.